കുടിച്ചത് വയറ്റിലേക്കല്ലേ മുതലാളി പോയത്? പിന്നെ എന്തിനാ തല തടവുന്നത്? എന്റെ തല അവിടെ കാണുന്നില്ലടാ. ആലോചിച്ച് തല തപ്പിക്കൊണ്ടിരിക്കുക. തുലാം 16 ഈ വീട്ടിൽ കയറേണ്ട രുക്മിണി എങ്ങനെയാടാ തുലാം 16 മുമ്പ് നാരായണ മാഷ വീട്ടിൽ പോയി കയറിയത്? ഈ ബംഗ്ലാവിനേക്കാൾ എത്രയോ തങ്കപ്പെട്ട സ്ഥലമല്ലേ മുതലാളി ആ മാഷയുടെ വീട്. അവൾ അവിടെ സുഖമായി കഴിഞ്ഞോട്ടെ. ചന്ദ്രപ്പൻ പെണ്ണ് കെട്ടിയില്ലെന്ന് വെച്ച് ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല. പെങ്ങള് പറ്റൂന്നല്ലേ ആ കഴിവേറി മാഷ് പറഞ്ഞത്? അവളെ പറ, മാഷക്ക് എവിടെ നടൊരു പെങ്ങളെ കിട്ടിയത്? അതിപ്പോ പറയാൻ പെണ്ണ് തന്നെ വേണമെന്നില്ല മുതലാളി. അവനവന്റെ മനസ്സുകൊണ്ടും പറ. പിന്നെന്താടോ എനിക്കങ്ങനെ ഒരെണ്ണത്തിനെ പറയാൻ കഴിയാത്തത്? അതിന് പെറാൻ പറ്റിയ നല്ലൊരു മനസ്സ് വേണം മുതലാളിക്ക്. അങ്ങനെ ഒരു സാധനം എന്റെ അറിവിലില്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്? കയറിച്ചെന്ന് വലിച്ചുവാരി മുറ്റത്തിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ തുമ്പശ്ശേരിക്ക് 5 സെക്കൻഡ് മതി. കാണണോ നിനക്ക്? കാണാനൊന്നുമില്ല മുതലാളി. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അവരെല്ലാം കൂടെ മുതലാളിയെ വലിച്ചുവാരി അകത്തേക്കിടും. കൊച്ചമ്മയ്ക്ക് എവിടെയോ കാര്യമായി തീ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കത്തും. എടോ കാര്യസ്ഥക്കുറിപ്പേ, താൻ എന്തെന്നാണ് അങ്ങേരെയും കെട്ടിപ്പിടിച്ച് പരദൂഷണം പറയുന്നത്? അടിയനൊന്നും പറഞ്ഞില്ലേ? മണിയടി കേട്ടപ്പം മനസ്സിൽ തോന്നിയ ഭഗവതി സ്തോത്രം ചൊല്ലിയതാണേ. വത്സല കൊച്ചമ്മ നെന്തിരുവടി അടിയനോട് മാപ്പാക്കണം. താൻ പോയി അർദ്ധരാത്രിത്തെ പൂജയ്ക്ക് എനിക്ക് കുറച്ച് ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ഫലമൂലോ? അതെന്ത മൂലം? ഫലമൂലം? ഫലമൂലാദികൾ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ. ആപ്പിൾ, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ തുടങ്ങിയ പഴങ്ങൾ. വേഗം പോയി അവയെല്ലാം പറിച്ചുകൊണ്ടുവരൂ. പറിച്ചോണ്ട് വരാൻ ഈ വീടെന്താണ്ടി നിന്റെ ആശ്രമോ? ശൈവഭൂതങ്ങൾ രാത്രി ഫ്രൂട്ട് ജ്യൂസാ കുടിക്കുന്നത്? ഈ രാത്രി നേരത്ത് ഒരു ഭൂതം വിചാരിച്ചാലും ആപ്പിളും മുന്തിരിയും കിട്ടാൻ പോണില്ല. പിന്നെ മാർക്കറ്റിലെ അയ്യപ്പൻ നായരുടെ കട പൂട്ടിയില്ലെങ്കിൽ 1 കിലോ തക്കാളി വാങ്ങിക്കാം. തക്കാളി ഒരു പഴമല്ലേ? പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. ആ സാമ്പാർ നിങ്ങൾ കൂടി, ഭൂതങ്ങൾക്ക് അത് വേണ്ട. ആരാ? ആളനക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിന്നക്കുറുപ്പ് സ്ത്രീവേഷം കിട്ടി വരികയെന്ന്. പേടിക്കണ്ട, എന്നെ പോലുള്ള നല്ല മനുഷ്യന്മാര് ഒരു നല്ല കാര്യം ചെയ്താ ജീവൻ പണയം വെച്ച് നാട്ടുകാർ കാവലുണ്ടാവും. അതാണ് ദിനകരൻ. രാധയുടെ ഏട്ടൻ ഇത്ര നല്ല മനുഷ്യനാന്ന് ഞാൻ വിചാരിച്ചില്ല. ആരുടെ ഏട്ടെന്നാ വിളിച്ചത്? രാധയുടെ ഏട്ടൻ. അപ്പോ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും എന്നെ രാധയുടെ ഏട്ടനായിട്ടാ കാണുന്നത്? മതി, സന്തോഷായി. സ്ത്രീവേഷായാലും പുരുഷവേഷായാലും മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. കാര്യം കാണുന്നവരെ കണ്ണീരും കഴുത്തിലൊരു കയറും. കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ രാധയുടെ ഏട്ടൻ അല്ലെ മാഷിന്റെ മോൻ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വിട്ടോളൂ, എല്ലാം വിട്ടോളൂ. രാധയുടെ ഏട്ടൻ, രാധയുടെ ഏട്ടൻ. സാരമില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം ചിന്തിക്കണമെന്നില്ലോ. പിന്നെ ഒരു നിവൃത്തിയുള്ളൂ. ദൈവം കാണിച്ചിരുന്ന വഴി ഏതാണാവോ ആ വഴിയിൽ അങ്ങോട്ട് പോവുക. കരയണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നെ രാധയുടെ മാത്രം ഏട്ടനാക്കിയത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചിന്നമണിക്ക് അറിയോ, ശരിക്കും പറഞ്ഞാ ഞാൻ രാധയുടെ മാത്രം ഏട്ടനല്ല. ഏട്ടെന്ന് മാത്രമല്ല, ഞാനൊരു മനുഷ്യനേ അല്ല. ഞാനൊരു ദേവനാ, ദിനകരദേവൻ. ദിനകരൻ എന്ന് പറഞ്ഞ സൂര്യൻ, സൂര്യൻ എന്ന് പറഞ്ഞ ചൂടൻ. ഞാനൊരു വലിയ ചൂടനാ. എന്റെ അച്ഛൻ എന്നെക്കാളും വലിയ ചൂടനാണ്. ദേവന്മാർക്ക് ചിറകുണ്ടാവുന്ന മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, എനിക്കും ചിറകുണ്ടല്ലോ. ദാ തൊട്ട് നോക്ക്. അവിടെയല്ല, ഇവിടെ ചിറക് മുളയ്ക്കുന്ന സ്ഥലത്ത് തൊട്ട് നോക്ക്. ഇല്ലേ, ചിറകില്ലേ? ഉണ്ട്, വെൽവെറ്റ് പോലെ നല്ലൊരു ചിറകുണ്ട്. ശരിയാ, എന്റെ ചിറകും എന്റെ മനസ്സും മനസ്സിനകത്ത് സ്വപ്നങ്ങളും ഒക്കെ വെൽവെറ്റ് പോലെയാ. രുക്മിണി ഏത് ആദ്യം പറയണേ? രുക്മിണിയല്ല, ചിന്നമണി. ചിന്നമണി, എന്റെ മാത്രം ചിന്നമണി.
അഴിക്ക്. നിന്റെ ഷർട്ടൊന്നും അഴിക്കും. ഈ ഷർട്ട് എന്തിനാ അഴിക്കുന്നേ? അച്ഛനത് പാകാവൂല. അഴിക്കടാ. നിന്റെ ചിറകും പൂടിയൊക്കെ ഞാനും ഒന്ന് കാണട്ടെ. അപ്പൊ എല്ലാം കേട്ടു അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ കൊള്ളാം. മനസ്സിലൊരു കിളിക്കൂടും കെട്ടി അവളെ പിടിച്ച് അതിന്റെ കൊമ്പത്തൊന്നിരുത്തണ്ട. അവളെ നിന്റെ ഒരു പെങ്ങളെ പോലെ മാത്രം കണ്ടാ മതി. ഇപ്പൊ തന്നെ ആവശ്യത്തിന് ഒരു പെങ്ങൾ എനിക്കുണ്ട്. ഒന്നിൽ കൂടുതൽ പെങ്ങന്മാരെ സഹിക്കാനുള്ള മാനസികാവസ്ഥ തൽക്കാലം എനിക്കില്ല. അതെന്താ ഇല്ലാത്ത? ഇല്ല, അത്ര തന്നെ. അവളെ പിന്നെ തിരിച്ചു കൊടുക്കാതെ നമ്മളിവിടെ വെച്ചോണ്ടിരിക്കാൻ പോവാ? തിരിച്ചു കൊടുക്കാൻ ചിന്നക്കുറുപ്പിന്റെ അവിടെ നിന്ന് അവളെ പലിശക്കെടുത്തൊന്നുമല്ലോ. അവളെ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരെങ്കിലും എടുക്കാമെന്നാ കൊല്ലി ഞാൻ. അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സിനകത്തൊരു കിളിക്കൂടി ഞാൻ വച്ചുപോയി. ഇനി ആ കിളിക്കൂട് കാത്തുരക്ഷിക്കേണ്ട ചുമതല ഞാൻ അച്ഛന് തന്നിരിക്കുന്നു. എനിക്ക് അച്ഛൻ അത്ര വിശ്വാസമാ. അത് ഞാൻ ഏറ്റു. അച്ഛാ, അച്ഛൻ എന്താ വീണ്ടും തപ്പണേ? നിന്റെ ചിറക് ഞാനും ഒന്ന് കാണട്ടെ. എന്റെ സമ്മതം കിട്ടാതെ നീയെങ്ങാനും പറന്നുപോയാ ഞാനും എന്റെ 2 പെൺമക്കളും ഒറ്റയ്ക്കാവേ. പോ അച്ഛാ. തമാശക്ക് തല്ലിയതാ. തമാശ അച്ഛനെ ഇങ്ങനെ അടിച്ച് കളിച്ചു. അപ്പൊ നീ നിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? അയ്യോ, എന്താ 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 സമ്മതിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ ഈ മാവുമേലെ അണ്ണാനെ പോലെ ഓടി നടന്നിരുന്നവനാ ഞാൻ. ഇപ്പൊ അണ്ണന്റെ ചായ ഉണ്ട്, ഓടി നടക്കാൻ പറ്റണല്ലോ. അയ്യോ മാഷേ, ചിന്നമണിയെ പിടിക്കാൻ ചിന്നക്കുറുപ്പ് പിന്നാലെ ഓടുന്നു. ചിന്നമണിന്റെ ആദ്യം വീട്ടിലേക്ക് ഓടി. എന്താ അയാള് പിന്നാലെ വരുന്നുണ്ട്? ആരാ? എന്താ? എന്തിനാ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നേ? നിങ്ങളും ഞാനും തമ്മിൽ പൂർവ്വകാല ശത്രു വല്ലതും ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു ശത്രുത ഇല്ല. എന്നാ പിന്നെ ഈ കളിയൊക്കെ നിർത്തി അവളെ ഇറക്കി വിട്ടൂടെ? വെച്ചോണ്ടിരുന്നതിനോട് ആരൊക്കെ ശവമായി മാറുന്ന നിശ്ചയമുണ്ടോ? ഒരാള് ശവമായി മാറില്ല. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? കുട്ടികളകത്ത് പോയേ. എന്നെ അറിയോന്ന് അവളോട് ഒന്നുകൂടി ചോദിച്ചേ. എന്താ പറയണമെന്ന് അറിയാനാ. മോളെ ഇയാളെ അറിയോ? എനിക്കറിയില്ല. നിന്നെ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് വീട്ടിലൊരു കിളവി കിടക്കുന്നുണ്ട്, അതിനെ അറിയോ? ഇല്ല. പിന്നെ ഏത് തള്ളയടി നിന്നെ പെട്ടത്? ഇനി എന്നെ തൊട്ട കഴുത്ത് ഞാൻ കടിച്ചു കയറും. എനിക്ക് ആരും അറിയില്ല. ഞാൻ ചിന്നമണിയാണ്. ചിന്നമണി, ഈ വീട്ടിലെ ചിന്നമണി. അവള് പറഞ്ഞു കേട്ടില്ലേ തന്നെ രുക്മിണി അല്ലെന്ന്? ഈ നാട്ടിൽ ആരും പറയില്ല അവള് രുക്മിണിയാണെന്ന്. ഏത് തരത്തിൽ ചിന്നമണിയാണ് അവള്? ഇവിടെ നീ പാടത്തിനെടുത്തതാ? അതെ, ഈശ്വരന്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്താ. എന്താ തനിക്ക് വേണോ? പറഞ്ഞപ്പോ താൻ തെളിയിക്കണോ? ഇവളാ രുക്മിണിന്ന് താൻ തെളിയിക്കണോ? പെണ്ണുങ്ങളെ തലേന്ന് നാറി വേണ്ട. മാറിക്കച്ച. തുമ്പശ്ശേരി കുറിപ്പിന് ചവച്ചു തന്നെ ഏട്ടന്റെ മോളെ കൊടുത്ത നിന്നുണ്ടല്ലോ, നിന്നെ ഞാൻ. അവളങ്ങ് പോയടോ. ഇനിയുള്ള കാലം താനും തന്റെ തുമ്പശ്ശേരി അഴിയണ്ണും. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ എണ്ണിക്കും. അവൾ അങ്ങനെ പറഞ്ഞു? എന്നെ അറിയില്ല എന്ന് പറഞ്ഞു? പറഞ്ഞു. ഇത്രയും കാലം മുത്തശ്ശി നല്ല വിളിച്ചേ, എന്നാ ഇപ്പോ കിളവീന വിളിച്ചത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നെ അവള് ചതിച്ചു എന്ന് വെച്ചാല് ഒരു ഉമ്പട്ടവളഞ്ഞ. അല്ല, ഇങ്ങനൊരു കള്ളക്കളി കളിച്ചിട്ട് അവളെ എന്താ നേടിയത്? പാമ്പിനാണ് ഈശ്വര ഇത്ര നാളും. പാമ്പല്ല, പാമ്പിനെ ചതിക്കുന്ന വിഷം അവള്. അവള് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയും മോനും കേട്ടോ? ഈ കാണുന്നൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അവളുടെ തന്തയാണെന്ന് നാഴിക്ക് 400 വട്ടം ചെവിയിലോതി കൊടുത്തിട്ടില്ലേ? അതിന്റെ ഫലം അനുഭവിക്കാൻ പോണേ ഉള്ളൂ. അതിന് ഞാൻ മരിക്കണം. അതിനു മുമ്പ് അവള് വിചാരിച്ച ഒരു മാഷക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
നമ്മളെ അറിയില്ല എന്ന് രുക്മിണി പറഞ്ഞാലും അവളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ലേ? എന്റെ മുഖത്ത് നോക്കി അവൾ അങ്ങനെ പറയോ? എന്നാ എനിക്കൊന്ന് കാണണം. എന്താ ചിന്നനൊന്നും മിണ്ടാത്ത? അവൾ രുക്മിണിയാ. ആ വേഷത്തിലേ അവൾ ജീവിക്കും. ചിന്നക്കുറുപ്പിനെ ചതിച്ചുകൊണ്ട് ഒരു ചിന്നമ്മിണി പെട്ടെന്ന് അങ്ങനെ ഇവിടെ ജനിക്കണ്ട. അവൾ ഈ കാല് പിടിക്കും, ഞാൻ പിടിപ്പിക്കും. പിടിപ്പിക്കണം, അവളെ കൊണ്ട് പിടിപ്പിക്കണം. അമ്മ പറഞ്ഞതാ ശരി. അമ്മയ്ക്ക് ഇത്തിരി ഹോർലിക്സ് പാലിലിട്ട് തരട്ടെ? വേണ്ട, പരിചയില്ലാത്തൊക്കെ കഴിച്ചാ വയറ് വേദനിക്കും. ഇപ്പൊ അനുഭവിക്കണ വേദന തന്നെ ധാരാളാ. ഇനി അതിന്റെ കൂടെ ഇനി ആരും വരേണ്ടാവില്ല. പോയി കിടന്നോളൂ. എന്തിനാ ഉറക്കൊഴിക്കണേ? എനിക്ക് ഉറക്കൊളച്ച് നല്ല ശീലമുണ്ട്, ഒരു വിഷമമില്ല. എന്താ അത് അച്ഛന്റെ കൂർക്കം വലിയാ. ഞാൻ വിചാരിച്ചു ചിന്നക്കുറുപ്പ് എരുമപ്പുറത്ത് വരുന്നേന്ന്. ചിരിക്കാൻ പോലും പറ്റണില്ല. നല്ല വേദന ഉണ്ടല്ലേ. ഇനി തല്ലാൻ വന്ന രണ്ടിലൊന്നും നോക്കില്ല, ഞാൻ അവനെ കൊല്ലും. എന്താ, എനിക്ക് അതിനുള്ള അവകാശമില്ലേ? ഞാൻ കൊന്നോട്ടെ? വേണ്ട. എന്നാ വേണ്ട. അച്ഛന്റെ കൂർക്കം വലി കേട്ട് ഒരാളിപ്പോ അച്ഛന്റെ അടുത്ത് ഉറങ്ങാതിരിപ്പുണ്ടാവും. ആരാന്ന് പറയാൻ പറ്റുമോ? അമ്മ. എന്താ ഇത് ഇവിടെ കവളില്? ഒന്നുമില്ല, വെറുതെ കവളിൽ തൊട്ടു നോക്കാൻ ഓരോന്ന് ചോദിക്കണതല്ലേ. അതെ, ഞാനൊന്ന് തൊട്ടോട്ടെ?